ബഹുമാനരായ സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വാ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാർ അവരുടെ സവിശേഷതകളെ വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫുർഖാനിലെ 13 ആയത്തുകൾ നടത്തിയ വിശദീകരണവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമാണ് നമ്മൾ നടത്തി വരുന്നത്. എന്തുകൊണ്ടും നമ്മൾ ഓരോരുത്തരുടെയും ലക്ഷ്യമെന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരായി മാറുക, വഇബാദുർ റഹ്മാൻ പരമകാരുണികൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമകളിൽ ഒരാളായി മാറുക എന്നുള്ളതാണ് ഭൗതിക ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ലക്ഷ്യം വെക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും. അതുകൊണ്ട് തന്നെ ആ അടിമയെക്കുറിച്ച് റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്ന വിശദീകരണങ്ങൾ പ്രത്യേകം പഠനവിധേയമാക്കേണ്ടതും അത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പരിശോധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അള്ളാഹു പറഞ്ഞ യോഗ്യതകൾ പടച്ചവൻ ഇഷ്ടപ്പെട്ട അടിയാറുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഇടം പിടിക്കാൻ കഴിയുന്നുണ്ടോ? അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ നിലവാരം ഉയരുന്നുണ്ടോ? അതിൽ നിന്ന് വേറിട്ട് സഞ്ചരിക്കുകയാണോ എന്നുള്ളത് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ട ഒരു വിഷയമാണ്. അതിന് നമ്മളെപ്പോഴും ഖുർആനുമായി സംബന്ധിച്ചു കൊണ്ടിരിക്കണം. നമ്മൾ ഇസ്ലാമിനെ മാറ്റുരച്ചു നോക്കേണ്ടത് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് നോക്കിക്കൊണ്ടല്ല, മറിച്ച് ഇസ്ലാമിൻ്റെ പ്രമാണമായ വിശുദ്ധ ഖുർആനിലേക്കും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതചര്യകളിലേക്കും മാറ്റുരച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദീനിനെ, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ നിലവാരത്തെ പരിശോധിക്കേണ്ടത്. അല്ലാതെ നമുക്ക് ചുറ്റുമുള്ള ചില മനുഷ്യരിലേക്ക് അവനെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന ഞാൻ നല്ലവനാണ് എന്ന് സ്വയം മതിപ്പ് കാണിക്കാൻ തുടങ്ങിയാൽ മനുഷ്യൻ ഒരിടത്തും എത്തില്ല. അതുകൊണ്ട് ഖുർആനുമായി മാറ്റുരച്ച് നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ യോഗ്യതകൾ എണ്ണുന്ന കൂട്ടത്തിൽ നമ്മളെ കാണാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അതിൽ ഒന്നാമത് അള്ളാഹു പറഞ്ഞ കാര്യം വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന എന്ന്. വിനയത്തോടുകൂടി നടക്കുന്നവരാണ് വിശ്വാസികൾ, അള്ളാഹുവിന് പ്രിയപ്പെട്ട അടിമകൾ എന്ന വിശുദ്ധ ഖുർആൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്ത വിഷയമാണ് വിനയഭാവമായിരിക്കണം ഒരു വിശ്വാസിയുടെ പുറത്തു വരേണ്ട സ്വഭാവത്തിൻ്റെ ഒന്നാമത്തെ ഗുണം. അള്ളാഹുവിന് പ്രിയപ്പെട്ട അടിമകളുടെ മുഖമുദ്ര എന്ന് പറയുമ്പോൾ അവൻ്റെ വിനയഭാവമാണ്. ഏത് തരത്തിൽ നടത്തം പറഞ്ഞു എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞ കാര്യമാണ്. നടത്തം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യൻ്റെ ബിഹേവിംഗ് ആണ്, അവൻ്റെ പെരുമാറ്റമാണ്, സ്വഭാവമാണ്. മനുഷ്യർക്കിടയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ എപ്പോഴും നീളിച്ചു നിൽക്കേണ്ട മഹത്തായ ഗുണം അതാണ് വിനയമെന്ന്. രണ്ടാമതും അതിന് തുടർന്നുകൊണ്ട് വിനയുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് ഖുർആൻ പിന്നെ സംസാരിക്കുന്നത്. വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. ജാഹിലീങ്ങൾ നിങ്ങളോട് സംഭാഷണത്തിന് വന്നാൽ ഖാലു അവർ പറയും സലാമൻ, നിങ്ങൾക്ക് സലാം ഉണ്ടാകട്ടെ, സമാധാനം, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒഴിവാക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെന്ന് വിശുദ്ധ ഖുർആൻ. വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. അഥവാ വിഡ്ഢികൾ, അവിവേകികളായ മനുഷ്യർ നമ്മളുമായിട്ട് ഖിതാബ് എന്ന സംഭാഷണത്തിന് വരിക എന്നുള്ളതാണ്. ഇവിടെ അവിവേകികളായ മനുഷ്യർ തർക്കത്തിന് വന്നാൽ എന്നതാണ് ആശയം ഉദ്ദേശിക്കുന്നത്. അവിവേകികളായ മനുഷ്യർ, വിവരമില്ലാത്ത മനുഷ്യർ നമ്മളുമായൊരു തർക്ക കുതർക്കത്തിന് വേണ്ടി മുതിരുന്ന പക്ഷം അവരോട് തർക്കിക്കാൻ നിൽക്കാതെ അവരോട് സലാം പറഞ്ഞ് മാറി നടക്കുക എന്നുള്ളതാണ് രണ്ടാമത് അള്ളാഹുവിൻ്റെ അടിമകളുടെ നല്ല ഗുണമായി, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസൻ്റെ അടയാളമായി അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. കേൾക്കുമ്പോൾ നമുക്ക് എളുപ്പമുള്ളൊരു കാര്യമാണ്. ഇത് കൊള്ളാം, കുഴപ്പമില്ല, ഇത് എളുപ്പമുള്ള കാര്യമാണ്. വിഡ്ഢികൾ ആരെങ്കിലും തർക്കിക്കാൻ വരട്ടെ, അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് പോകാം. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മളൊക്കെ പരമ യോഗ്യന്മാരാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമയാകാനുള്ള ക്വാളിറ്റി ഉണ്ട് എന്ന് നമ്മൾ സ്വയം കണക്കാക്കാറുണ്ട്. സത്യത്തിൽ ഇത് വലിയ ഒരു പ്രയാസമുള്ളൊരു കാര്യമാണ്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളെ കൊണ്ട് അങ്ങനെ എങ്ങും എളുപ്പം സാധ്യമാകുന്നൊരു കാര്യമല്ല. ഈ ഒന്നും രണ്ടും കാര്യങ്ങൾ രണ്ടും സൽസ്വഭാവത്തിൻ്റെ മുഖമുദ്രകളായ രണ്ട് ഗുണങ്ങളാണ്. ഒരു മനുഷ്യനെ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാക്കുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആന്റെ താല്പര്യം. അതാണ് പ്രവാചകന്മാരുടെ ലക്ഷ്യമായിരുന്നത്. ലിയുത്തമ്മിമ മകാരിമൽ അഖ്ലാഖ്. ഞാൻ വന്നത് എന്തിനറിയുമോ? ഇന്നമാ ബുഇസ്തു ലിയുത്തമ്മിമ മകാരിമൽ അഖ്ലാഖ്. സൽസ്വഭാവത്തിൻ്റെ പൂർത്തീകരണവുമായി നിയോഗിക്കപ്പെട്ടവനാണ് ഞാൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു നല്ല മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഓരോ പ്രവാചകന്റെയും ദൗത്യമായിരുന്നത്. നല്ല മനുഷ്യനെ സൃഷ്ടിക്കാന്ന്. കാരണം മനുഷ്യനെ പടച്ചപ്പോഴേ മലക്കുകൾ പറഞ്ഞൊരു വിദണ്ഡവാദമുണ്ടല്ലോ, എന്തിനാണ് അള്ളാഹുവെ മനുഷ്യനെ പടയ്ക്കുന്നത്? അവൻ വലിയ കുഴപ്പക്കാരനാണെന്ന്. അവൻ വലിയ കുഴപ്പക്കാരനാണ്. യസ്ഫിക്കുദ്ദിമാ,
യുഫ്സിദു ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും, രക്തച്ചൊരിച്ചിലുണ്ടാക്കും. സ്വാഭാവികമാണ്, മനുഷ്യന്റെ ഗുണമാണത്. മനുഷ്യനിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മൃഗീയത തലപൊക്കുമ്പോഴെല്ലാം മനുഷ്യനിൽ നിന്ന് അക്രമങ്ങൾ ഉണ്ടാകും. സ്വന്തം ഇച്ഛകൾ പൂർത്തീകരിക്കാൻ വേണ്ടി ആരെയും ആക്രമിച്ച് കീഴടത്താൻ മനുഷ്യൻ മടി കാണിക്കില്ല. രക്തച്ചൊരിച്ചിൽ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകും. അധികാരത്തിന് വേണ്ടി, പെണ്ണിന് വേണ്ടി, പണത്തിന് വേണ്ടി രക്തച്ചൊരിച്ചിലുണ്ടാക്കാൻ മനുഷ്യനും കൂടെ സാധ്യമാകും. അങ്ങനെ ഭൂമിയിൽ രക്തച്ചൊരിച്ചിലുണ്ടാക്കിയും ഹലാല് ഹറാമുകൾ നോക്കാതെ അവൻ അന്യായമായി സമ്പാദിച്ചും ചതിച്ചും വെട്ടിച്ചുമൊക്കെ മനുഷ്യൻ ഭൂമിയിൽ കുഴപ്പങ്ങളും ഉണ്ടാക്കും. അങ്ങനെ കുഴപ്പക്കാരാണ് മനുഷ്യരെന്ന് മലക്കുകൾ പറയുമ്പോൾ അവർ കുഴപ്പക്കാർ മാത്രമല്ല, അതിനെ അതിജീവിക്കാൻ പോകുന്ന വിവേകം അവർക്കൊപ്പമുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ, നന്മയും തിന്മയും വിവേചിച്ച് മനസ്സിലാക്കാനുള്ള വിവേകം അവർക്കുണ്ട്. കാര്യങ്ങൾ വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്താൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് സൽപാന്താവിലൂടെ സഞ്ചരിക്കാനും നല്ല മനുഷ്യരായി ജീവിക്കാനും അവരെ കൊണ്ടാകും എന്ന അല്ലാഹുവിൻ്റെ മറുപടി. എന്നിട്ട് അല്ലാഹു എന്ത് ചെയ്തു? ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചിട്ട് ആദം നബി അലൈഹി ഇസ്ലാമിനെ കാര്യങ്ങൾ ധരിപ്പിച്ചു. എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. നന്മയും തിന്മയും പഠിപ്പിച്ചു. വസ്തുവകകളുടെ പേരുകളും ഉപകാരങ്ങളും ഉപയോഗങ്ങളും അതിൻ്റെ ദൂഷ്യങ്ങളെക്കുറിച്ചും പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ആദം നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് മലക്കുകളോട് ഈ കാര്യങ്ങൾ വിശദീകരിപ്പിച്ചു. മലക്കുകൾ പഞ്ചമുറ്റം മടക്കി നിൽക്കേണ്ടി വന്നു അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് മുമ്പിൽ. ഉസ്ജുദൂ ലി ആദം, അവിടെ അള്ളാഹു പറയുന്നത് ആദമിന് നിങ്ങൾ എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണം. കണ്ടില്ലേ, മനുഷ്യന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എന്ന്. അങ്ങനെ അള്ളാഹു പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്താൽ മലക്കുകളെക്കാളും കേമന്മാരാകാവുന്ന മഹത്വമുള്ളവരാണ് മനുഷ്യരെന്ന് അത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കാലാകാലങ്ങളിൽ മനുഷ്യന്റെ ഫിത്രത്തിനെ, അവന്റെ ചുറ്റുപാടുകൾ സമ്മർദ്ദം കൊണ്ട്, അവന്റെ ഇച്ഛകൾ കടിമപ്പെട്ടുകൊണ്ട് തിന്മയിലേക്ക് വഴുതി പോകുമ്പോൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയും നല്ല മനുഷ്യരെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടും അല്ലാഹു വേദങ്ങൾ അയച്ചു, പ്രവാചകന്മാരെ നിയോഗിച്ചു. ആ പ്രവാചക ദൗത്യത്തിന്റെ അവസാന കണ്ണിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ പ്രവാചകൻ പറഞ്ഞതും നല്ല മനുഷ്യരെ സൃഷ്ടിക്കാനാണ് ഞാൻ വന്നത് എന്ന്. അലുത്തമ്മിമ മകാരിമൽ അഖ്ലാഖ്, ലോകത്തെ ഏറ്റവും നല്ല സൽസ്വഭാവത്തിന്റെ ഉടമകളായി മനുഷ്യരെ വാർത്തെടുക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ ഇസ്ലാമിന്റെ താല്പര്യം. ഇതാ ഖുർആൻ പറഞ്ഞത്, ഇതാ റസൂല് പറഞ്ഞത്. എന്നിട്ടും ഇതൊക്കെ പച്ചയായി തുറന്നു പറഞ്ഞിട്ടും എല്ലാവർക്കും അവഹേളിക്കാൻ വേണ്ടി മാത്രം ഇസ്ലാം എന്ന മതം, ഇസ്ലാമിന്റെ ഷിആറുകൾ, അല്ലാഹുവിന്റെ റസൂല്, വിശുദ്ധ ഖുർആൻ, അതാ നമുക്ക് മനസ്സിലാവാത്തത്. ലോകത്ത് നല്ല മനുഷ്യനുണ്ടാക്കണം. മനുഷ്യനെല്ലാവരും, എല്ലാ മനുഷ്യരും നല്ലവരാണ്. അങ്ങനെ മനുഷ്യന് സാഹചര്യങ്ങൾ വരുമ്പോൾ ജാതിയും മതവും ഉണ്ടാവില്ല. അവിടെ സാഹചര്യങ്ങളിൽ സമ്മർദ്ദങ്ങൾ കടിമപ്പെടുമ്പോൾ മനുഷ്യന്റെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടാകും. അതവൻ ഹിന്ദു ആയതുകൊണ്ടല്ല, ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല, ജൂതനായതുകൊണ്ടല്ല, മുസ്ലിം ആയതുകൊണ്ടല്ല. അവന് താൽക്കാലികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. അവന് ജഡികേച്ഛകൾ വിജയിക്കാൻ കഴിയാതെ പോകുമ്പോൾ ഇച്ഛകൾ കടിമപ്പെട്ടുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ്. അതിൽ പിടിച്ചുപറി ഉണ്ടാകും, ബലാത്സംഗങ്ങൾ ഉണ്ടാകും, കൊലപാതകങ്ങൾ വരെ സംഭവിക്കും. അതിൽ ജാതി മതമൊന്നുമില്ല. അത് മനുഷ്യ സഹജമാണ്. മനുഷ്യൻ അങ്ങനെ വഴുതിപ്പോകാതിരിക്കാൻ വേണ്ടി അവന് ഉത്കൃഷ്ടമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട്, മഹത്തായ വാചകങ്ങൾ കൊണ്ട് അവനോട് എപ്പോഴും നിർദ്ദേശങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യാനും അവൻ തിരിച്ചു പിടിക്കാനും വേണ്ടിയിട്ടാണ് പ്രവാചകന്മാർ നിയോഗിതരായത്. അതിൻ്റെ ഏറ്റവും വലിയ ദൗത്യം നിർവഹിക്കുന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം. ഇത് സമാധാന മതം തന്നെയാണ്, സമാധാനത്തിന് മതം തന്നെയാണ്. ആക്ഷേപിച്ചു പറയുന്നവരെന്നും പറയട്ടെ. ഇവിടെ നോക്കൂ, നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ. അള്ളാഹു ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യനാരാണെന്നറിയുമോ? ആരാ മനുഷ്യൻ? മുസ്ലിമീങ്ങളല്ലാത്ത എല്ലാവരെയും വിട്ടുവീഴ്ത്തുന്നവരാണെന്നാണ് പറഞ്ഞു ഖുർആൻ. മുസ്ലിമീങ്ങളല്ലാത്ത എല്ലാവരെയും വിട്ടുവീഴ്ത്തുന്നവർ, ലോകത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ലാന്ന് പറഞ്ഞ് വിട്ടുവീഴ്ത്തുന്നവരാണെന്ന് പറഞ്ഞു. ഇല്ല, അതല്ല പറഞ്ഞത്. ഏറ്റവും നല്ല മനുഷ്യനാണെന്നറിയുമോ? വിനയത്തോടെ നടക്കുന്നവൻ. നടത്തത്തിൽ പോലും വിനയം, പെരുമാറ്റത്തിൽ വിനയം, സംസാരത്തിൽ വിനയം. ഞാനൊന്നുമല്ല, ഞാൻ വളരെ നിസ്സാരനായൊരു മനുഷ്യൻ മാത്രമാണ് എന്ന് തൻ്റെ പെരുമാറ്റത്തിലും സംസാരത്തിലും നടത്തത്തിൽ പോലും കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നിസ്സാരനായി വിനയാന്യതനായി നടക്കുന്ന മനുഷ്യൻ, അങ്ങനെയുള്ള മനുഷ്യനാണ് അള്ളാഹുവിന് പ്രിയപ്പെട്ടവനെന്ന്. രണ്ടാമതെന്താ അള്ളാഹു പറഞ്ഞത്? ജനങ്ങൾ ഇങ്ങോട്ട് വിഡ്ഢികളായ മനുഷ്യർ തർക്കിക്കാൻ വന്നാൽ, എനിക്ക് തർക്കത്തിന് സമയമില്ല, എനിക്ക് താല്പര്യമില്ല, സലാമൻ, നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ, എന്നെ വിട്ടേക്കൂ എന്ന് പറഞ്ഞു പോകുക. ഈ രണ്ടും മനുഷ്യർക്കിടയിൽ ജീവിക്കുമ്പോഴുള്ള സ്വഭാവ ഗുണങ്ങളാ, സൽസ്വഭാവത്തിന്റെ ഭാഗങ്ങളാ. ഈ രണ്ടാമത്തെ കാര്യം നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് എന്ന്. ഒരാൾ തർക്കിക്കാൻ വന്നാൽ നമ്മൾ വിട്ടുകൊടുക്കില്ല. അത് നമ്മുടെ പ്രശ്നം എന്നുള്ളത്. ഈ തർക്കിക്കാനെങ്കിലും പോകില്ലായിരിക്കും ഒരു പക്ഷേ. തർക്കിക്കാൻ പോകുന്നവരുമുണ്ട്, തർക്കിക്കാൻ വേണ്ടി പോകാത്തവരുമുണ്ട്. എന്നാലും വലിയൊരു ശതമാനം ആൾക്കാർ ഞാൻ അങ്ങോട്ട് പോയി തർക്കിക്കാറില്ല, ഇങ്ങോട്ട് വന്നാൽ വിടാറുമില്ല എന്നാണ് നമ്മുടെ സ്റ്റാൻഡ്. എങ്ങോട്ട് വന്നാൽ നമ്മൾ എന്തിനാണ് വിടുന്നത് എന്ന് ഖുർആൻ പറയും. ഇങ്ങോട്ട് വന്നാലും നിങ്ങൾ തർക്കിക്കാൻ നിൽക്കരുത്. ശാന്തതയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഖുർആൻ. ഈ വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോലും വിനയം കഴിഞ്ഞാൽ രണ്ടാമത് അടിമയുടെ ക്വാളിറ്റി ശാന്തതയാണ്. ഏത് പ്രകോപന സാഹചര്യത്തിലും ശാന്തത കൈപിടിയാതിരിക്കുക, റിഫ്ക് കൈപിടിയാതിരിക്കുക എന്ന റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ ഉദ്ദേശിക്കുന്നത്.
ഇതാ വേണ്ട എപ്പോഴും. ഏത് പ്രകോപന സാഹചര്യമാകട്ടെ, ഏത് പ്രകോപന സാഹചര്യത്തിലും നമുക്കിതിൽ വന്നുകൊണ്ട് തർക്കിക്കാൻ നിൽക്കുന്ന ഒരു മനുഷ്യനോട് വായിട്ടെടുക്കാൻ പാടില്ല. തർക്കം കൊണ്ട് ഒരു വിഷയം പരിഹരിച്ച ചരിത്രമില്ലെന്നേ. നമ്മളെല്ലാത്തിനും തർക്കം പിടിക്കുകയാണ് ആൾക്കാരോട്. എല്ലാത്തിനും തർക്കം ഇനി തർക്കിക്കാൻ വേണ്ടി പഠിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. അങ്ങോട്ട് പോയി തർക്കിക്കുകയാണ്, ഓരോരുത്തരും വിളിച്ചു നടത്തിയിട്ട് തർക്കിക്കാൻ നിൽക്കുകയാണ്. അതെന്തോ അലങ്കാരമായി കൊണ്ടു നടക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ലാ തഅല്ലമുൽ ഇൽമ ലിയുമാരി ബിഹി സുഫാ, വിഡ്ഢികളോട് തർക്കിക്കാൻ വേണ്ടി നിങ്ങൾ മതം പഠിക്കല്ലേ. വിഡ്ഢികളോട്, അജ്ഞരായ സമൂഹത്തിലെ കാര്യങ്ങളെങ്കിലും വലിയ ധാരണയില്ലാത്ത സാധുക്കളായ അജ്ഞരായ സമൂഹത്തോട് കിടപിടിക്കാൻ വേണ്ടി അവരോട് തർക്കിച്ചിട്ട് വലിയ ആള് കളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇൽമു പഠിക്കാൻ പാടില്ല. ചില ആൾക്കാരൊക്കെ മതം പഠിക്കുന്നതിന് തർക്കിക്കാൻ വേണ്ടിയാ. മതം പഠിക്കുന്നത് പോലും ഖുർആൻ പഠിക്കുന്നത് തർക്കിക്കാൻ വേണ്ടിയാ, ഹദീസ് പഠിക്കുന്നത് തർക്കിക്കാൻ വേണ്ടിയാ. തർക്ക വിഷയങ്ങൾ മാത്രം തെരഞ്ഞു പിടിച്ച് പഠിക്കുന്ന ആൾക്കാരുണ്ട് ചില വിദ്വാന്മാർ. തർക്ക മേഖലകൾ ഏതൊക്കെയാണ് അഭിപ്രായ ഭിന്നതയുള്ളത്, അപ്പൊ അവിടെ കയറിയിട്ട് എങ്ങനെ സൂചിമന കുത്തി ഇറക്കി അതിലൂടെ കടന്നുപോയി ഒട്ടകം കയറുന്ന അവസ്ഥയാണ് സൂചിമനയിലൂടെ. അങ്ങനെ കയറി പോയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഈ രീതിയിൽ എല്ലാം കുടഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ട് വലിയൊരു തർക്കം സൃഷ്ടിക്കുക, എന്നിട്ട് വിജയിയായി പോവുക. അങ്ങനെ ലിയുമാരി ബിഹി സുഫാ, വിഡ്ഢികളോട് തർക്കിക്കാൻ വേണ്ടി ഇൽമു പഠിക്കാൻ പാടില്ല. ലിയുജാദിലു ബിഹിൽ ഉലമാ, പണ്ഡിതന്മാരോട് തർക്കിക്കാൻ വേണ്ടി ഇൽമു പഠിക്കാൻ പാടില്ല. അതും പാടില്ല. പണ്ഡിതന്മാരോട്, ഇവിടുത്തെ കഴിവുള്ള അറിവുള്ള ആൾക്കാരുമായിട്ടൊരു സംവാദത്തിൽ ഏർപ്പെടാം എന്ന് കണക്കാക്കിയിട്ട് ഇൽമിനെ സമീപിക്കുക. അറിവിനെ സമീപിക്കേണ്ട രീതി അങ്ങനെയല്ല. അതുപോലെ തന്നെ ജനങ്ങളുടെ ശ്രദ്ധകൾ നിന്നിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി, ഞാൻ അറിവുള്ള ആളാണ്, വലിയ അറിവുള്ള ആളായിട്ട് ജനങ്ങളൊക്കെ ശ്രദ്ധിക്കണം, നല്ല കഴിവുള്ള ആളാട്ടോ, നല്ല ഇൽമുള്ള ആളാണ്, ഏത് വിഷയത്തിലും അഭിപ്രായമുള്ള ആളാണ്, നല്ല പ്രഭാഷകനാണ്, നല്ല പണ്ഡിതനാണ് എന്ന് ജനശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇൽമു പഠിക്കില്ല എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഗൗരവമുള്ള ഉപദേശമാണ്. തർക്കിക്കാൻ വേണ്ടി പഠിക്കുക നമ്മൾക്കിടയിൽ വലിയ വ്യാപകമായി കണ്ടുവരുന്ന സംഗതിയാണ്. ഒരു മനുഷ്യൻ, അല്ലാഹു റസൂൽ പറഞ്ഞല്ലോ, ഹുദയ്ക്ക് ശേഷം, സന്മാർഗ ലബ്ധിക്ക് ശേഷം ഏതെങ്കിലും മനുഷ്യർ വഴിതെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ ഒരു സമൂഹം സന്മാർഗത്തിലേക്ക് എത്തിയതിനു ശേഷവും ആ സമൂഹം നശിച്ചു പോകുന്നുണ്ടെങ്കിൽ ഇല്ല ജദല, അതിനൊറ്റ കാരണമേ ഉള്ളൂ, തർക്കമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ കാരണമേ ഉള്ളൂ. നമ്മൾ ഒരുപാട് സംഘടനകൾ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യം ദീൻ എന്ത് ചെയ്യുക, വളർത്തുക എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് മതസംഘടനകൾ എല്ലാവരും ഉന്നം വയ്ക്കുന്നത് ദീൻ വളർത്തുക എന്നാണ്. ദീൻ വളർത്താൻ വേണ്ടി ഓരോ പ്ലാറ്റ്ഫോമുകളിൽ നിന്നുകൊണ്ട് അവർ എന്ത് ചെയ്യുക, ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലത്, ഒരുപാട് നല്ല കാര്യം തന്നെയാണ്. ഓരോരുത്തരും സംഘടിതമായി നിന്ന് പ്രവർത്തിക്കുന്നത്, വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുമ്പോൾ നന്മ തന്നെയാണ്. അങ്ങനെ താഴെ തട്ടിൽ ദീനുമായി ഒരു പുലബന്ധവുമില്ലാത്ത ആൾക്കാരെ എല്ലാ സംഘടനക്കാരും പോയി ഏതെങ്കിലും വിധത്തിൽ ബന്ധപ്പെട്ട് വിളിച്ചുകൊണ്ട് വന്ന് തൗഹീദ് പഠിപ്പിച്ച് അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരുപാട് ആൾക്കാർ കാണാൻ കഴിയും. ഇതിന് പഠിപ്പിച്ചെടുത്തിട്ട് പിന്നെ ഇവർ തന്നെ വഴിയിട്ടിരിക്കുകയാണ്. അവന് തൗഹീദ് മനസ്സിലായി, സന്മാർഗം മനസ്സിലായി, അവന് ഖബറാരാധകനായി ജീവിച്ചൊരു മനുഷ്യൻ, മക്ബറകളിൽ പൂജയുമായി നടന്ന മനുഷ്യൻ, അള്ളാഹുവിൻ്റെ ഏകത്വം മനസ്സിലാക്കാതെ ജീവിച്ച മനുഷ്യർക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുത്ത് അവൻ ദീനിലേക്ക് വന്ന് ആ ദുരാചാരങ്ങളൊക്കെ കൈയൊഴിഞ്ഞ്, ഷിർക്കുകളൊക്കെ കൈയൊഴിഞ്ഞ് അവൻ നന്നായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ തൗഹീദിലും ഷിർക്കിലും പിന്നെയും സംശയങ്ങളിട്ട് അവനെയും പിന്നെ തർക്കത്തിനാക്കി, അവൻ ഏറ്റവും വലിയ തർക്കസ്ഥനാക്കി മാറ്റിയിട്ട് നൂല് പിടിച്ച് ഇഴകയിൽ പരിശോധിച്ചിട്ട് ഈ തൗഹീദും ഷിർക്കും എന്നുള്ള സംഘടന, എന്നിട്ട് അത് പിളർന്ന് വേറൊരു സംഘടന, അത് പിളർന്ന് പിന്നൊരു സംഘടന, അത് പിളർന്ന് പിന്നെ ഒന്ന്, എന്നിട്ട് എല്ലാവരും ഖുർആൻ വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരേ കൂടാരത്തിൽ നിന്ന് തൗഹീദ് പഠിക്കുന്നവർക്ക് എന്തുകൊണ്ട് വഴിതെറ്റി പോകുന്നു? തർക്കം അവസാനിപ്പിക്കില്ല, അതാ കാര്യം. സന്മാർഗം കിട്ടിയിട്ട് സമൂഹത്തിന് വഴിയഴിച്ചു പോകേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? ഈ തർക്കം നിർത്താറായിട്ടില്ല. നമുക്ക് സത്യം മനസ്സിലാക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ജനങ്ങൾ കൂടെ ഒപ്പം നിർത്തിയത്, അതിനു വേണ്ടിയാണ് ഖുർആൻ തുറന്നു വെച്ചത്, അതിനു വേണ്ടിയാണല്ലോ ഹദീസ് തുറന്നു വെച്ചത്. പക്ഷെ ലക്ഷ്യം മാറിപ്പോയി. നമ്മൾ വേറിട്ട് നിൽക്കണം, തർക്കിച്ച് ജയിക്കണം. അങ്ങനെ അനുയായികളെ കൂടി പഠിപ്പിച്ചപ്പോൾ സന്മാർഗത്തിലേക്ക് വന്നവർക്ക് പോലും ഇന്ന് പിഴവ് പറ്റിയിരിക്കുകയാണ്. ഇവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാണ്. ഒരേ കൂടാരത്തിൽ നിന്ന് തൗഹീദ് പഠിച്ച ആൾക്കാർ, നന്മ പഠിച്ച ആൾക്കാർ. ഇതാണോ ഇസ്ലാം പഠിപ്പിച്ചത്? ഇതിനാണോ ഇസ്ലാം വന്നത്? ജനങ്ങളെ ചേരികളായി തിരിച്ചിട്ട് തമ്മിലടിപ്പിക്കാൻ വേണ്ടിയാണോ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ത്യാഗോജ്വലമായ ഒരു പ്രബോധന കാലഘട്ടം പൂർത്തീകരിച്ചത്? 23 വർഷക്കാലം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഖുർആൻ നമുക്ക് അവതീർണമാക്കിയത് ഈ ഖുർആന്റെ ആയത്തുകൾ എടുത്തു വെച്ചിട്ട് തമ്മിലടിക്കാൻ വേണ്ടിയോ? ഖുർആൻ പറയുന്ന എവിടെയും തർക്കിക്കരുത് എന്നാണ്, എവിടെയും തർക്കിക്കാൻ പാടില്ല എന്ന്. ഇതാ ഖുർആൻ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. സൂറത്ത് സുഹ്റുഫിന്റെ 5, 50, 35 അങ്ങനെ 3 സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നത് തർക്കമേ പാടില്ല. ആ തർക്കത്തിന്റെ ആധാരം നിങ്ങളുടെ അഹന്തയാണ് എന്നാ. നിങ്ങൾ എന്തോ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ തർക്കം തുടങ്ങുന്നത്. അവിടെ ഒന്നാമത് വിനയം പറഞ്ഞപ്പോൾ ആലോചിക്കുന്നത്, ഒന്നാമത് വിനയം അടിമയുടെ ക്വാളിറ്റി. ആ വിനയമില്ലാത്തവനാണ് ഞാൻ ശരി, എൻ്റെ അഭിപ്രായങ്ങളും ശരി, എൻ്റെ തീരുമാനങ്ങളും ശരി, അതിനെ വെല്ലാൻ ആരെക്കൊണ്ട് സാധ്യമല്ല എന്ന് സ്വയം തോന്നിയിട്ട് ബാക്കിയുള്ളവരോട് ഏതവസരത്തിൽ തർക്കിക്കാൻ നിൽക്കുന്നത്? നിങ്ങൾക്ക് മത്സരിച്ച് കളിക്കാൻ, തർക്കിച്ച് ജയിക്കാനുള്ളൊരു മേഖലയല്ല മതമെന്നുള്ളത്.
അറിയുന്തോറും വിനയം കൂടുന്നവനാണ് യഥാർത്ഥ അറിവ് പഠിച്ചവൻ. അറിവ് എന്ന് പറഞ്ഞാൽ അത് അറിയുന്തോറും വിനയം കൂടും. അറിവിന്റെ മേഖലകളിലേക്ക് കയറിപ്പോകും തോറും നമുക്ക് വിനയം കൂടിക്കൊണ്ടേയിരിക്കും. ഗസാനത്തുൽ ഗൽമി മൻ കാനത്തു സക്കിലുഹു എന്ന കവിതയുണ്ട്. ഗസാനത്തിൻ്റെ ഒരു കവിതയുണ്ട്. അറിവ് പഠിക്കുന്ന മനുഷ്യനുണ്ടല്ലോ ഏതുപോലെ എന്നറിയുമ്പോൾ പഴം കാക്കുന്ന മരം പോലെയാണ് എന്ന്. പഴം നിറച്ച് കാച്ചു നിൽക്കുന്ന ഒരു മരച്ചില അത് താഴേക്ക് ചാഞ്ഞു നിൽക്കുന്നത് പോലെയാണ്. അറിവുള്ള മനുഷ്യൻ അവൻ കൂടുതൽ വിനയം കാണിക്കും. അല്ലാതെ എവിടെയും അങ്ങാടിയിലും പള്ളിയിലും പുറംപോക്കിലും എല്ലായിടത്തും എല്ലാവരും തർക്കത്തിന് വെച്ചിട്ട് വാടാ, എന്നോട് തർക്കിക്കാനുണ്ടെങ്കിൽ വാ, ഈ വിഷയത്തിൽ ഞാൻ പറയാം, ഈ വിഷയത്തിൽ ഞാൻ സംസാരിക്കാം. അങ്ങനെ എല്ലാവരെയും നടന്ന് തർക്കിക്കാൻ വേണ്ടി വിളിക്കുന്നവരല്ല അക്കൂട്ടം ആൾക്കാർ. പ്രത്യേകിച്ച് ഖുർആൻ വെച്ചിട്ട്, ഖുർആനും ഹദീസും വെച്ചിട്ട് തർക്കം നമ്മളായിട്ടൊരു തർക്കം തുടങ്ങാനും പാടില്ല. ഇങ്ങോട്ട് ആരെങ്കിലും തർക്കിക്കാൻ വേണ്ടി വന്നാൽ അവിവേകികളായ മനുഷ്യരാണ്, ആ വിഷയത്തിൽ യാതൊരു വിധ കാര്യബോധവും ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവരോട് സലാം പറഞ്ഞവരെ ഒഴിവാക്കുക. അത് അവിവേകം. എത്ര പ്രകോപനപരമായി അവർ സംസാരിച്ചാലും, അത് ഭീരുത്വമല്ല. നിങ്ങളങ്ങനെ കണക്കാക്കാൻ വേണ്ട. അവ ഇങ്ങോട്ട് വന്നും പലതും പറഞ്ഞിട്ടും നമ്മൾ മറുപടി പറയാതിരുന്നാൽ അതെങ്ങനെ ശരി? അത് ഭീരുക്കളായി പോവില്ലേ നമ്മളെന്ന്? അത് ഭീരുത്വമല്ല, അതൊരിക്കലും ഭീരുത്വമല്ല. അതാണ് ഏറ്റവും വലിയ കരുത്ത് എന്ന റസൂൽ പഠിപ്പിക്കുന്നത്. ഏറ്റവും വലിയ ശക്തി എന്നറിയുമോ? എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ശക്തനാരെന്നറിയുമോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എതിരാളിയെ ഇടിച്ചിട്ടവനല്ല ഏറ്റവും വലിയ കരുത്തനെന്ന്. എതിരാളിയെ ഇടിച്ചിട്ടവനല്ല ഏറ്റവും വലിയ ശക്തനെന്ന്. വെല്ലുവിളിച്ചു വന്നവൻ, ആയുധങ്ങളുമായി വന്നവൻ, ആ കായിക ബലമുള്ളവൻ, അങ്ങനെ എതിരിടാൻ വേണ്ടി വന്നവനെ ഇടിച്ചു വീഴ്ത്തിയവനല്ല ഏറ്റവും വലിയ ധീരൻ, ഏറ്റവും വലിയ കരുത്തനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രകോപനങ്ങൾ ഒരുപാടുണ്ടായിട്ടും, വാശി പിടിപ്പിക്കാൻ ആളുണ്ടായിട്ടും, കോപം വന്നിട്ടും സ്വയം നിയന്ത്രിച്ചവനുണ്ടല്ലോ, ശാന്തി കൈപിടിയാതെ മുറുകെ പിടിച്ചവനുണ്ടല്ലോ, അവനാണ് ഏറ്റവും വലിയ കരുത്തനെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തൊരു ഫിലോസഫറും മുമ്പോ ശേഷമോ ഇതുപോലെ പറഞ്ഞിട്ടില്ല. നബിയുടെ മഹത്വം അംഗീകരിക്കാൻ ലോകത്ത് ഇതുപോലെ 1-2 വാചകങ്ങൾ തന്നെ ധാരാളമാണ്. ഇങ്ങനെ 1-2 വാചകങ്ങൾ എടുത്താൽ പോലും നോക്കൂ, ലോകത്ത് ആരാ ഇങ്ങനെ സംസാരിച്ചിട്ടുള്ളത്? ഒരു ഏറ്റവും വലിയ ശക്തനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് ലോകത്ത് അതിന് ശേഷവും ആരും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല, മുമ്പും സംസാരിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും വലിയ കരുത്തനാണെന്നറിയുമോ? സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നവൻ. എത്ര കോപം വരുമ്പോഴും ഏത് പ്രകോപന സാഹചര്യത്തിലും എതിരാളിക്കെതിരെ ആയുധമുണ്ടായിട്ടും കായബലമുണ്ടായിട്ടും കീഴടക്കാനുള്ള അവസരമുണ്ടായിട്ടും സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ശാന്തത കൈപിടിയാതെ നിൽക്കുന്നൊരു മനുഷ്യനുണ്ടല്ലോ, അവനാണ് ഏറ്റവും വലിയ കരുത്തനെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമുക്ക് ഭീരുത്വമല്ലത്, ഇത് ധീരതയാണ് എന്ന്. അതിനേക്കാൾ വലിയ ധീരനില്ല. സ്വന്തത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. പുറത്തുള്ള ആൾക്കാരെ ആക്രമിക്കുന്നത് പോലെ അല്ലെങ്കിൽ എതിരിൽ നിൽക്കുന്നവർ ഇടിച്ചു വീഴ്ത്തുന്നത് പോലെ എളുപ്പമുള്ള കാര്യമല്ല സ്വയം നിയന്ത്രിക്കുക എന്നുള്ളത്. അത് പ്രയാസമുള്ള കാര്യമാണ്. ആ പ്രയാസമുള്ള കാര്യം സാധിക്കാനാണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾ അള്ളാഹുവിന് പ്രിയപ്പെട്ടവനാവുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സദസ്സിൽ നബിയോടൊപ്പം ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്ന് ഇദ്ദേഹത്തിന് ആക്ഷേപം പറയാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വളരെ മോശമായി സംസാരിച്ചു. അദ്ദേഹം മറുപടി പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ശാന്തത കണ്ട് അദ്ദേഹം ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന റസൂൽ ചിരിച്ചുപോയി. എന്തൊക്കെ പറയുന്നു ഇയാൾ? എന്നിട്ടൊന്നും മിണ്ടുന്നില്ല അബൂബക്കർ. പിന്നെയും അയാൾ സംസാരിച്ചു. അബൂബക്കർ അപ്പോഴൊന്നും മിണ്ടിയില്ല, ശാന്തമായിരുന്നു. റസൂൽ എപ്പോഴും ചിരിച്ചുപോയി, കാരണം അബൂബക്കറിന്റെ ശാന്തത കണ്ടിട്ട്. മൂന്നാമതും അയാൾ എന്തൊക്കെയോ പറഞ്ഞു. അബൂബക്കറും കലശലായി അദ്ദേഹം മറുപടി പറഞ്ഞു. റസൂലുള്ളാഹി സദസ്സ് വിട്ടുപോയി. റസൂൽ പറഞ്ഞു, അബൂബക്കറെ, നീ 2 തവണയും മിണ്ടാതിരിക്കുമ്പോൾ നിന്നെ ആക്ഷേപിച്ചവന് മറുപടി പറയാൻ മലക്കുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അയാളെ ശപിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മലക്കുകൾ ഉണ്ടായിരുന്നു. നിന്റെ ശാന്തതയായിരുന്നു നിന്റെ ധീരത എന്നുള്ളത്. ഇത്രയും പറഞ്ഞിട്ടും നീ പ്രകോപനപരമായി നീ സംസാരിച്ചിട്ടും നീ പ്രകോപിതനാകാതെ സ്വയം നിയന്ത്രിച്ച ആ നിയന്ത്രണത്തിൽ നിനക്ക് വേണ്ടി സംബന്ധിച്ചത് മലക്കുകളായിരുന്നു. പക്ഷെ മൂന്നാമത് നീ ഇറങ്ങിയപ്പോൾ, നീ തന്നെ അവനോട് ആ ലെവലിലേക്ക് ഇറങ്ങി സംസാരിച്ചപ്പോൾ പിന്നെ അവിടെ എന്താ ഉള്ളത്? അബൂബക്കർ? പിന്നെ അവിടെ കണ്ടിരിക്കാൻ മാതൃകയുള്ള കാഴ്ചയൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ സദസ്സ് വിട്ടുപോയത് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നിങ്ങൾ ഇവിടെ നമ്മൾ തർക്കം ഒഴിവാക്കുമ്പോൾ അവിടെ ഭീരുക്കളായി പോകുന്നു എന്ന് തെറ്റിദ്ധാരണയാണ്. പ്രത്യേകിച്ച് അവിവേകികളായ മനുഷ്യർ, കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത ചില ആൾക്കാർ, ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ വേണ്ടി ചില ആൾക്കാരുണ്ടാവും. ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ഇങ്ങനെ മെനകെട്ടിരിക്കുന്നത്. അവർക്ക് ഇസ്ലാമുമായിട്ടൊരു ബന്ധമില്ല, ഇസ്ലാമിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണ താല്പര്യമില്ല. ഒരു വേദി സൃഷ്ടിക്കുക, അള്ളാഹുവിനെ റസൂലിനെ അപകീർത്തിപ്പെടുത്തുക, മുസ്ലിങ്ങളുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തുക, ഇതല്ലാതെ താല്പര്യമില്ല. ഈ ആരിഫ് മുഹമ്മദ്, ഡോക്ടർ ആരിഫ് മുഹമ്മദ്, അങ്ങനെ ഒരുത്തരുണ്ടല്ലോ, അത് കണക്ക് കുറേ എണ്ണുണ്ട്.
കുറേ ആൾക്കാർ അവരെ സംബന്ധിച്ച് സംഘപരിവാരം എടുക്കുന്ന എച്ചിൽ കഷ്ണങ്ങൾ തിന്നുക, വയറ് വീർപ്പിക്കുക, ഒന്ന് പകലില്ലാതെ ഇസ്ലാമിനെ അവഹേളിച്ചുകൊണ്ടിരിക്കുക. ഇസ്ലാമിനെ അവഹേളിക്കുക, നമ്മുടെ ചിഹ്നങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിനെ ആക്ഷേപിക്കുക, ഇസ്ലാമിൻ്റെ സമ്പ്രദായങ്ങളെ ആക്ഷേപിക്കുക, ഈ നബിയുടെ പത്നിമാരെ ആക്ഷേപിക്കുക. ആർക്ക് സഹിക്കാൻ പറ്റാത്ത, ക്ഷമിക്കാൻ പറ്റാത്ത വിധത്തിൽ, നമുക്ക് പൊറുക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള അതിക്രൂരമായ നിലയിലുള്ള വിനോദമാണ് അവർക്ക് ഈ ആക്ഷേപങ്ങൾ. ഇങ്ങനെ ആക്ഷേപിക്കാൻ നിൽക്കുന്നവരോട് നമ്മൾ എന്ത് അർത്ഥത്തിലാണ് സംവദിക്കാൻ നിൽക്കുക, തർക്കിക്കാൻ നിൽക്കുക? അത്രയും പടിജാഹിലോട് തർക്കമില്ല. അവരോട്, അത്തരം ആൾക്കാരോട് തർക്കിക്കാൻ പോകാനേ പാടില്ല. കാരണം അവർക്ക് തർക്കമല്ല, അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, ഇതിനെ ഗണ്ണിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു വസ്തുത, ഇതിന് വിപരീതമായൊരു യാഥാർത്ഥ്യം പഠിപ്പിക്കാൻ കഴിയുമെങ്കിൽ പറയ് എന്ന് പറഞ്ഞുകൊണ്ട് തെളിവുകൾ കൊണ്ട് സംസാരിക്കുക എന്ന് പറയുന്ന ആൾക്കാരല്ല അവരാരും. അവരൊക്കെ പമ്പര വിഡ്ഢികളാണ്, പണത്തിൻ്റെ താല്പര്യം മാത്രമുള്ള വെറും വിഡ്ഢികൾ. ഈ ദുനിയാവിനും അപ്പുറത്തേക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ പറഞ്ഞ വാക്കുകൾക്ക് കണക്ക് വെക്കേണ്ടി വരുമെന്ന് ബോധ്യമില്ലാത്തവർ, ഒരു വിശ്വാസവുമില്ലാത്തവർ, അവരെ സംബന്ധിച്ച് താൽക്കാലികമായ ദുനിയാവിൽ പണം കിട്ടണമെങ്കിലും പ്രശസ്തി കിട്ടണമെങ്കിലും മുഹമ്മദ് നബി, അള്ളാഹു, ഖുർആൻ, മുസ്ലിമീങ്ങൾ ഇവരെ പച്ചയ്ക്ക് ആക്ഷേപിച്ചാൽ മാത്രം മതി. അപ്പോഴും പേര് ആരിഫ് എന്നോ ലിയാഖത്ത് എന്നോ ജാമിദ എന്നോ അങ്ങനെയൊക്കെ ഒരു ഇസ്ലാം പേര് തന്നെ കിടക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള വിഡ്ഢികളോട് തർക്കിക്കാൻ നിൽക്കാൻ പാടില്ല. അവർ തർക്കത്തിൻ്റെ ആൾക്കാരുമല്ല. നമുക്ക് അതിന് പറ്റിയ ആൾക്കാർ, അവരോടൊക്കെ പറയാൻ കാലുസലാമ വിട്ടുപൊക്കോ, നമുക്കത് താല്പര്യമില്ല. ഈ തർക്കങ്ങൾക്ക് നമുക്ക് താല്പര്യമില്ല എന്ന് പറയാൻ കഴിയണം. അതാ ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളെന്ന് അതാ ഖുർആൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഏത് സന്ദർഭത്തിലും ശാന്തി കൈപിടിയാതിരിക്കുക. ശാന്തത എന്നുള്ളത് ഈ അള്ളാഹുവിൻ്റെ റസൂലിനെ പ്രകോപിപ്പിക്കാനുള്ള എല്ലാ പെരുമാറ്റങ്ങളും നടത്തിയിട്ടുണ്ട്. എല്ലാ പെരുമാറ്റങ്ങളും ഈ മദീനയിൽ ചെല്ലുമ്പോൾ മദീനയിൽ പുരോഹിതം വന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയാളുടെ ഷോൾ അറിഞ്ഞ് കഴുത്തിൽ ചുറ്റിയിട്ട് പുറകോട്ട് വലിച്ചു, പ്രവാചകൻ തള്ളിയിട്ടു. എന്തിനാണ്? ആ പ്രവാചകന്റെ പ്രവാചകത്വം തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ശരീരം നോവുമ്പോൾ പ്രകോപിതനായി ചീത്ത വിളിക്കുമെന്നറിയാൻ, അസഭ്യങ്ങൾ കൊണ്ട് തിരിച്ചടിക്കുമോ എന്നറിയാൻ ഇല്ല. പ്രവാചകൻ അങ്ങനെ എങ്ങും ചെയ്യാൻ നിന്നില്ല. ആ മനുഷ്യനോട് അയാൾക്ക് അറിയണമായിരുന്നു ഈ കാണുന്ന മനുഷ്യൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണോ എന്ന്. പ്രത്യക്ഷത്തിൽ ചില ലക്ഷണങ്ങളുണ്ട്, എന്നാലും ചില കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ചാൽ മാത്രമേ പൂർത്തീകരണമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ആ മനുഷ്യ പരീക്ഷണം നടത്തുന്നത്. ആ പരീക്ഷണത്തിൽ അയാൾ മനസ്സിലാക്കി ഇതൊരു സാധാരണ മനുഷ്യനല്ല. ഏത് സാധാരണ മനുഷ്യനാണെങ്കിലും എത്ര ദുർബലനാണെങ്കിലും ശരി, അയാൾ കോപം വന്നാൽ പ്രതികരിക്കും, അത് മനുഷ്യ സഹജമാണ്. എത്ര കരുത്തനാണെങ്കിലും ഒരു 50 പേര് വന്നിട്ട് ഒരു പാവത്തിന് ഇടിച്ചും കിട്ടാനും അവന് ശരീരം നൊന്തു കഴിയുമ്പോൾ അവനൊരു രോക്ഷമുണ്ടാകും, പ്രതികരിക്കും. പിന്നെ എന്തുണ്ടാകുന്ന ദീർഘവീക്ഷണം അവിടെ ഉണ്ടാവില്ല. അതാ മനുഷ്യൻ്റെ അവസ്ഥ. ശാന്തതയൊക്കെ കയ്യിൽ നിന്ന് പോകും. ശക്തമായി പ്രതികരിക്കാൻ അയാളെ കൊണ്ടാവുന്ന വിധത്തിൽ ശ്രമിക്കും. അത് വലിയ തർക്കങ്ങളും സംഘടനകളും ദുനിയാവിൽ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ സ്വാഭാവിക മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെയാണ്. പക്ഷെ റസൂൽ അങ്ങനെ ആയിരുന്നില്ല. അശ്ലീലമായൊരു വാക്ക് പോലും പറഞ്ഞില്ല റസൂല് അയാളോട്. മോശമായൊരു വാക്ക് കൊണ്ടുപോലും അയാളുടെ ആ പ്രവൃത്തിയെ അള്ളാഹു റസൂൽ എന്ത് ചെയ്യില്ല, ഇതാക്കിയിട്ടില്ല, പ്രതികരിച്ചില്ല. അതാ പ്രവാചകത്വത്തിൻ്റെ അടയാളം. അനസ് ഇബ്നു മാലിക് പറഞ്ഞതുപോലെ എത്ര കൊല്ലം ഞാൻ റസൂലിനൊപ്പം ഉണ്ടായിരുന്നു, എത്ര കൊല്ലം ഉണ്ടായിരുന്നു ഞാൻ കുട്ടിയായിരുന്നു. കുട്ടിയാകുമ്പോൾ കുട്ടിത്തം ഉണ്ടാകുമല്ലോ, എനിക്ക് എൻ്റെതായ പ്രായത്തിൻ്റെതായ ചാബല്യങ്ങൾ ഉണ്ടാകില്ലേ. അപ്പോൾ കളിയും ചിരിയും തമാശയൊക്കെ അല്പം അതിന് വിട്ടുപോകും. ചിലപ്പോഴെങ്കിലും മുതിർന്നവർ ആഗ്രഹിക്കുന്നിടത്ത് നിന്നു എന്ന് വരില്ല. മുതിർന്ന ആൾക്കാർ പറയുന്ന അത്രയും കാര്യമല്ല, അതിനപ്പുറത്ത് ചെയ്തേക്കാം. ചിലപ്പോൾ പറയുന്ന അത്രയും ചെയ്തില്ല എന്ന് വരാം, എന്നും സംഭവിക്കാം. പക്ഷെ എന്നിട്ട് പോലും ഒരിക്കൽ പോലും ചെയ്യുമെന്ന് പോലും പറഞ്ഞ് എന്നെ വിരട്ടിയിട്ടില്ല എൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. അങ്ങനെ കുറ്റപ്പെടുത്താനും വിമർശിക്കാനും തർക്കിക്കാനും നിന്നൊരാളായിരുന്നില്ല മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തർക്കം ഒഴിവാക്കുക. നമ്മളുടെ വാദം സത്യമാണെങ്കിൽ പോലും വിഡ്ഢികളോട് തർക്കിക്കാൻ നിൽക്കരുത്. അന സഗീമുൻ ബിബൈത്തിൻ ഫീ റഫദിൽ ജന്ന ലിമൻ തറക്കൽ മിറാ വഇൻ കാന മുഹിക്ക എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂൽ പറയാണ്, ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് ഒരു കൊട്ടാരം കൊണ്ട് ജാമ്യം നിൽക്കാം, ഒരു ഭവനം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കാം. ലിമൻ തറക്കൽ മിറാ വഇൻ കാന മുഹിക്ക, പറയുന്നത് 100% സത്യമെന്ന് ഉറപ്പുള്ളപ്പോഴും ആ നിലപാടിന് വേണ്ടി തർക്കിക്കാതിരിക്കുന്നവന് വേണ്ടി സ്വർഗത്തിൽ ഒരു വീട് കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കാമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂലിൻ്റെ വാക്ക. നിങ്ങളുടെ വാദം സത്യമാണ്, 100% നിങ്ങൾക്ക് ഉറപ്പാണ്, എന്നാലും ഒരു തർക്കത്തിന് ഞാനില്ല എന്ന സ്റ്റാൻഡ് സ്വീകരിച്ചുകൊണ്ട് ഏത് പ്രകോപന അന്തരീക്ഷത്തിലും നിങ്ങൾ നിങ്ങളുടെ സത്യവും നിലപാടുമായിട്ട് ശാന്തമായി മാറിപ്പോകുന്ന പക്ഷം നിങ്ങൾക്കാണ് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുന്നത് എന്ന്, അല്ലെങ്കിൽ സ്വർഗത്തിലൊരു കൊട്ടാരം കൊണ്ട് ജാമ്യം നിൽക്കുന്നത് എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നുവെച്ചാൽ അതൊക്കെ വലിയ പ്രശ്നങ്ങളുടെ തുടക്കമാണ്. ചെറിയ തർക്കങ്ങൾ. നിങ്ങളൊരു പ്രശ്നത്തിൻ്റെ തിരി നിങ്ങൾ ഇട്ടില്ലല്ലോ. നിങ്ങളൊരു തീപ്പൊരി ഇട്ട് കഴിഞ്ഞാൽ അതൊരു കാട്ടുതീയായി പടരാൻ അധികം സമയം വേണ്ട.
ചെറിയ ചെറിയ തർക്കങ്ങളാണ് വലിയ വലിയ തർക്കങ്ങളായി മാറുക. ആ വലിയ തർക്കങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങളായി മാറുക. വിഭാഗീയത സമൂഹത്തിൽ ഉണ്ടാക്കും, തമ്മിത്തല്ലുകൾ ഉണ്ടാക്കും, കയ്യാങ്കളികൾ ഉണ്ടാക്കും, കൊലപാതകങ്ങൾ പോലും സംഭവിച്ചത് ഇത്തരം തർക്കങ്ങൾ ഉടലെടുത്തിട്ടാ. അതുകൊണ്ടാണ് ആ തർക്കത്തിൽ നിന്ന് മാറി നടന്ന മനുഷ്യന് ഇത്രയും വലിയ ശ്രേഷ്ഠത ഉണ്ടായത്. ഇത്രയും വലിയ ശ്രേഷ്ഠത തർക്കത്തിൽ നിന്ന് മാറി നടണമെന്ന് റസൂല് കൊടുത്തതും, ഇത്രയും വലിയൊരു ജാമ്യം നിന്നുകൊണ്ട് അംഗീകാരം റസൂല് കൊടുത്തതിൻ്റെ കാര്യം എന്താണ്? അയാൾ കാരണം ഒരു തർക്കം ഒഴിവാക്കി, ഒരു പ്രശ്നം ഒഴിവായി എന്നുള്ളതാണ്. ആരെങ്കിലും തോറ്റു കൊടുക്കണ്ടേ ദുനിയാവിൽ? ആരെങ്കിലും തോറ്റു കൊടുത്താൽ മാത്രമേ, അല്ലാതെ തർക്കം മൂത്തു ഞാൻ ആരെങ്കിലും തോറ്റെടുക്കൂ? ആരെങ്കിലും തോറ്റ ചരിത്രമുണ്ടോ? ഇനി തെളിവുകൾ കൊണ്ട് നടത്തുന്ന സംവാദങ്ങളുണ്ട്, ആശയപരമായ സംവാദങ്ങൾ. അത് ന്യായമായി നടത്താവുന്നതാണ്. ചില തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ, ജനങ്ങൾക്കിടയിൽ ഒരേ മതത്തിൻ്റെ ചില വിഷയങ്ങൾ രണ്ടഭിപ്രായം വരുമ്പോൾ, അത് തന്നെ പരസ്പര വിരുദ്ധമായി വരുമ്പോൾ, അതിൻ്റെ ആ വിഷയത്തിൽ തെളിവുകൾ നിരത്തി ചർച്ചകൾ വെക്കാം, കുഴപ്പമില്ല. ഈ രണ്ട് ചർച്ച വെക്കുന്നവരും ഒരു കാലത്തും അവരുടെ നിലപാടിൽ നിന്ന് താഴെ വരില്ല. എത്ര തെളിവുകൾ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെളിവുകൾ സ്ഥാപിച്ച് അവനവൻ്റെ ഭാഗം ന്യായീകരിക്കാനേ ശ്രമിക്കത്തുള്ളൂ. എന്നാൽ പോലും പൊതുസമൂഹത്തിന് കാര്യം മനസ്സിലാവുമല്ലോ എന്ന നിലയിലെങ്കിലും ഈ സംവാദം നടപ്പിലാക്കാം എന്ന് കരുതിയാൽ പോലും ഇവിടെ ആരും തോറ്റു കൊടുക്കാറില്ല. അവിടെയും തോൽവിയില്ല. തർക്കിച്ച് അങ്ങേയറ്റത്ത് വരുമ്പോൾ പിന്നെ എന്താണ് നടക്കുക? വിഷയത്തിൽ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ചർച്ച ചെയ്ത കാലഘട്ടമുണ്ടോ? ഇന്നിപ്പോൾ ഇതൊക്കെ ചർച്ചകളും തർക്കങ്ങളും ട്രെൻഡാണ്. ഡിബേറ്റുകൾ ചാനലിൽ അന്തിച്ചർച്ച ആവശ്യത്തിനും അനാവശ്യത്തിനും നടക്കുമ്പോഴൊക്കെ നമ്മൾ നോക്കും, ഇവിടെ ഏതെങ്കിലും വിഷയത്തിനകത്ത് ഏതെങ്കിലും ചർച്ച ചെയ്ത് ആരെങ്കിലും എവിടെയെങ്കിലും ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടോ? തർക്ക വിഷയങ്ങളിൽ മതസംവാദങ്ങളാകട്ടെ, ചാനൽ ഡിബേറ്റുകളാകട്ടെ, വിഷയം അവിടെ കിടക്കും, തർക്കം വേറൊരു ഭാഗത്ത് കിടക്കും. വിഷയവുമായി ഒരു ബന്ധമില്ലാത്ത തർക്കങ്ങളൊക്കെ അവസാനം വ്യക്തിഹത്യകൾ പരസ്യമായിട്ട്, അത് ആയത്തും ഹദീസും വെച്ചിട്ട് എതിരാളിയായ മനുഷ്യരെയും ആ കൂട്ടരെയും ആ സംഘങ്ങളെയും വ്യക്തിഹത്യ ചെയ്തിട്ട് അവരെ നാട്ടിച്ച് അവരെ അടിച്ച് ഇരുത്തിയിട്ട് ജയിക്കാൻ വേണ്ടിയുള്ള പരസ്പര ശ്രമങ്ങൾ, പരസ്പരം അപവാദങ്ങൾ പറച്ചിൽ, ആക്ഷേപം പറച്ചിൽ, ശരീരത്തിൻ്റെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ പോലും കുറ്റപ്പെടുത്തുക, ശബ്ദത്തെ കുറ്റപ്പെടുത്തുക, രൂപത്തെ കുറ്റപ്പെടുത്തുക, അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഏത് സമുദായത്തിൻ്റെ അക്കൗണ്ടിലെ ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇത് കൊണ്ട് നമ്മൾ എവിടെ പോകുന്നത്? ഞാൻ ദീനിന് വേണ്ടി തർക്കിച്ചു, അതിനു വേണ്ടി ഞാൻ ശ്രമിച്ച്, ഞാൻ പറഞ്ഞ ഓരോ വാക്കുകളും എനിക്ക് സ്വർഗത്തുണ്ടാവുന്നു, പരലോകത്ത് വിചാരണയ്ക്കുണ്ടാവുന്നു. ഇതൊന്നും നന്മയല്ല. മനുഷ്യരെ ഗൗരവത്തോടെ മനസ്സിലാക്കുക. നമ്മുടെ ആത്യന്തിക ലക്ഷ്യം പരലോകമാണ്. ഇവിടുത്തെ കയ്യടികളോ സംഘടന അനുഭാവികളോ അനുയായികളോ ആ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല നമുക്ക് വേണ്ടത്. അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയം വേണം. അതിന് പടച്ചവൻ്റെ പ്രിയപ്പെട്ടവൻ അടിമയാകണോ? അള്ളാഹു ആദ്യം വിനയം കാണിക്ക്, രണ്ടാമത് അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്ക്, മൂന്നാമത് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. മൂന്നാമത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, രാത്രി കാലങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി സുജൂദിലായും ഖിയാമിലായും കഴിഞ്ഞുകൂടുക എന്ന് മൂന്നാമത് വിശുദ്ധ ഖുർആൻ. രാത്രി നമസ്കാരത്തെക്കുറിച്ച് പിന്നീട് അള്ളാഹു സംസാരിക്കുന്നത്. രാത്രി നമസ്കാരം, പകൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ഒരുപാട് ജീവിതവുമായി ബന്ധപ്പെട്ട് പോകേണ്ടവരാണല്ലോ, അതുകൊണ്ട് രാത്രിയിൽ നമസ്കാരം ഉണ്ടാകണമെന്ന് പ്രവാചകനോട് പറയാം, അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല ഇന്ന നാശിഅത്തുൽ ലൈലി ഹിയ അശദ്ദു വദ്അൻ വഅഖ്വമു ഖീല. നിനക്ക് പകൽ ഒരുപാട് പണിയുണ്ടല്ലോ, ഒരുപാട് തിരക്കുകളുണ്ട്. ആ തിരക്കിനിടയിലും അല്പസമയം നമസ്കരിക്കാൻ വേണ്ടി മാറ്റിവെക്കുമ്പോൾ, നിർബന്ധിതമായ നമസ്കാരത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ആളാണ് നീ. എന്നിരുന്നാൽ പോലും സജീവമായി ശാന്തമായി അള്ളാഹുമായിട്ട് മാത്രം ഏകാഗ്രതയോടുകൂടി നിൽക്കാൻ കഴിയുന്ന സമയം അത് രാത്രിയാണ്. പകൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്കിടയിൽ നിന്ന് ഓടി വന്ന് നമസ്കരിച്ചിട്ട് നീ അടുത്ത പിന്നെയും നിന്റെ കാര്യങ്ങളുമായി പോകുന്നവരാണ്. ഇതാണ് മനുഷ്യന് സഹജമായ ജീവിതം. റബ്ബ് വ്യക്തമായി മനസ്സിലാക്കിയാൽ സംസാരിക്കുന്നത്. നിനക്ക് ഒരുപാട് തിരക്കുണ്ട്, എനിക്കറിയാം. ആ തിരക്കുകൾക്കിടയിലാണ് നീ പകൽ അല്പസമയം മാറ്റിവെച്ച് നമസ്കരിക്കുന്നത്. അതുപോലെയല്ല രാത്രി എന്നുള്ളത് റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. ഇത് തിരക്കുള്ള സമയമല്ല, ശാന്തമായ സമയമാണ്. ഈ ശാന്തമായ രാത്രി സമയത്ത് നീ അള്ളാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കും. നിനക്ക് ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ടല്ലോ പകല്. ആ പകലിൻ്റെ തിരക്കുകളൊക്കെ നടക്കട്ടെ, ദുനിയാവിൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ. അല്പസമയം രാത്രി സമയത്ത് നീ എഴുന്നേക്ക്. രാത്രി സമയം എഴുന്നേറ്റ് നിന്നിട്ട് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുക. അല്പം പ്രയാസമുള്ള കാര്യമാണ്, പക്ഷേ ഈ പരിപാടി ചെയ്യൂ, പടച്ചു നിങ്ങൾക്ക് വലിയ ഇഷ്ടമായിരിക്കും. അല്പം പ്രയാസമുള്ള കാര്യമാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക. ഉറങ്ങാൻ വൈകുക എന്നുള്ളത് ഇന്ന് പ്രയാസമല്ല, പണ്ട് കാലത്ത് പ്രയാസമുള്ള കാര്യമാണ്. 8 മണിക്ക് അപ്പുറത്തേക്ക് ഉണർന്നിരിക്കുക, 9 മണി കഴിഞ്ഞാൽ പിന്നെ ഉണർന്നിരിക്കുക എന്നുള്ളത് ഒരു 20 കൊല്ലം പുറകോട്ട് പോയാൽ മനുഷ്യനെ കൊണ്ട് പ്രയാസമുള്ള കാര്യമാണ്. കാരണം എല്ലായിടത്തും ആകെ ചിമ്മിണി വിളക്കേ ഉള്ളൂ. പിന്നെ മണ്ണെണ്ണയാണെങ്കിൽ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന സംവിധാനമേ ഉള്ളൂ. അതുകൊണ്ട് മണ്ണെണ്ണയും മെഴുകുതിരി ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ആ പെട്ടെന്ന് തന്നെ നമുക്ക് ഉറക്കം വരും. ആ പെട്ടെന്നിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 8 മണി കഴിഞ്ഞാൽ തന്നെ ഉറക്കം വന്ന് തുടങ്ങും. പിന്നെ ആ മണ്ണെണ്ണയും കത്തിച്ചിരിക്കാൻ അടുത്ത ദിവസം കത്തിക്കാനുള്ള മണ്ണെണ്ണ കൂടിയില്ല. അതുകൊണ്ട് അതൊക്കെ അണച്ചിട്ട് ആൾക്കാർ 9 മണിക്ക് മുമ്പ് കിടന്നുറങ്ങും. പക്ഷെ ഇന്ന് നമ്മുടെ അവസ്ഥയൊക്കെ മാറി. ഉറക്കം വരില്ല. വേണമെങ്കിൽ നേരം വെളുക്കുന്നത് വരെ ഏകദേശം 3-4 സുബഹി ബാങ്ക് വരെ വേണമെങ്കിലും ഒരാൾക്ക് അനായാസം ഉറങ്ങാതിരിക്കാൻ കഴിയും. അനായാസം. അതിന് കയ്യിൽ നെറ്റുണ്ടായാൽ മാത്രം മതി. മൊബൈലും കയ്യിലുണ്ട്, നെറ്റും ഉണ്ടെങ്കിൽ സുബഹിയുടെ സമയത്ത് ഉറക്കം വരും. നെറ്റുണ്ടെങ്കിൽ ഉറക്കം വരും.
അതിന് നെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുബഹി ബാങ്ക് അടുപ്പിച്ചാകുമ്പോഴത്തേക്ക് താനെ ഉറക്കുമ്പോൾ ഉറങ്ങിപ്പോവുകയും ചെയ്യും. അതുവരെ നിങ്ങൾക്ക് ഉറങ്ങാതിരിക്കാൻ കഴിയും. പക്ഷേ അതല്ല, നിങ്ങൾ സമയത്ത് ഉറങ്ങിയിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അല്ലാഹു നിസ്കരിക്കാൻ കഴിയണം. വന്നാസുനിയാം വസുല്ലു വന്നാസുനിയാം. ജനങ്ങൾ ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അല്ലാഹു അങ്ങനെ പരിഗണിക്കാതെ വിടും ആൾക്കാർ. എല്ലാ മനുഷ്യനും വിശ്രമിച്ച് ഉറങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വയം എഴുന്നേൽക്കാണ്. പിശാചിൻ്റെ 3 ചങ്ങലപ്പുട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ എഴുന്നേറ്റ് ഒന്നുവെടുത്ത് നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയാൽ അവന് പരിഗണിക്കാതിരിക്കാൻ അള്ളാഹുവിന് മുമ്പിൽ ന്യായങ്ങളില്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും അള്ളാഹുവിന് പരിഗണിക്കുക തന്നെ ചെയ്യും. അവൻ എനിക്ക് പ്രിയപ്പെട്ടവൻ, അവൻ ചോദിക്കട്ടെ ഞാൻ കൊടുക്കാം, അവൻ പ്രാർത്ഥിക്കട്ടെ ഞാൻ കൊടുക്കാം, അവൻ ഇസ്തിഗ്ഫാറിലോട്ട് പുറത്തു കൊടുക്കാം. എന്ത് വേണമെന്നാ നിങ്ങൾ ചോദിക്കുക. എഴുന്നേറ്റിരിക്കുന്ന ആ മനുഷ്യൻ അള്ളാഹുവിന് പ്രത്യേകം പട്ടികയിലുണ്ടാകും. അള്ളാഹുവിന് പ്രിയപ്പെട്ടവനായി പ്രത്യേകം മാറ്റി നിർത്തപ്പെടും. അവൻ പ്രത്യേകം പരിഗണനയുണ്ട് എന്ന്. ആ പരിഗണന വേണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടേണ്ടി വരും. അള്ളാഹുവിന് പ്രിയപ്പെട്ടവനാകാൻ അല്പം പ്രയാസമുണ്ട്. അള്ളാഹുവിന് പ്രിയപ്പെട്ടവനാകാൻ വേണ്ടി, ബാക്കി എല്ലാവരും പ്രിയപ്പെട്ടവനാകാൻ വേണ്ടി എന്തൊക്കെ സാഹസം നമ്മൾ കാണിക്കുന്നു. പക്ഷേ പടച്ചവൻ്റെ പ്രിയപ്പെട്ടവനായി മാറാൻ വേണ്ടിയിട്ട് നമുക്കിതെങ്കിലും ചെയ്യാൻ കഴിയണ്ടേ? 2 റക്അത്തെങ്കിലും നമസ്കരിക്കാൻ രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ജീവിതശീലമാക്കി മാറ്റണം. കുറേ ശീലങ്ങൾ നമ്മൾ മാറ്റിമറിക്കേണ്ടതുണ്ട്. 10 മണി 9 മണി 10 മണിക്കകത്ത് ഉറങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. അർദ്ധരാത്രി പിന്നിട്ട് രാത്രിയുടെ 3-ാം യാമത്തിലേക്ക് കടക്കുമ്പോൾ സുബഹിക്ക് തൊട്ട് മുമ്പെങ്കിലും ഒന്ന് ഉണരാൻ നമ്മളെ കൊണ്ട് കഴിയണം. അങ്ങനെ 2 റക്അത്തെങ്കിലും അവശേഷിപ്പിക്കാൻ കഴിയണം. ഒരു പിടി നന്മകളെങ്കിലും വേണ്ടി മനുഷ്യരെ മരണപ്പെട്ടു പോകുമ്പോൾ കൊണ്ടുപോകാൻ. ഇതൊക്കെ അവശേഷിക്കൂ. അതുകൊണ്ട് അല്ലാഹുവിന് പ്രിയപ്പെട്ടവനായി മാറാൻ ആദ്യത്തെ 3 കാര്യങ്ങൾ ശ്രദ്ധേയമായി പഠിക്കുക, ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി